രക്ഷകനും നല്ലിടയനുമായ യേശു കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിപ്പാനിടയാകട്ടെ. ആമേൻ. ഇന്നത്തെ ഡിവോഷനായിട്ടുള്ളത് പ്രൊവേർബ്സ് ചാപ്റ്റർ 7 വേഴ്സ് 10-27. ഇതിൽ വേഴ്സ് 10 to 15 വരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്മോറൽ ലേഡിയുടെ ക്യാരക്ടറിന് അവളുടെ ഹൃദയം ഉപായം ചിന്തിച്ചിട്ടുണ്ട്. വിക്കറ്റ് സ്കീം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് അവളുടെ ഡ്രസ്സിങ് ആണ്. വേശ്യാവസ്ത്രം ധരിച്ചു. അപ്പം ടെംപ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ ഇംപ്രോപ്പർ ഡ്രസ്സിങ് ആയിരുന്നു. പിന്നെ അവൾ റിബല്യസ് ആയിരുന്നു, തന്നിഷ്ടം ചെയ്യുന്നവളായിരുന്നു. അതുപോലെ വീട്ടിലെ കാര്യം നോക്കാതെ വീട്ടിലിരിക്കാതെ പുറത്തൂടെ നടക്കാനായിരുന്നു അവൾ ഇഷ്ടപ്പെട്ടത്. തുടർന്നുള്ള വേഴ്സസ് നമുക്ക് കാണാം, ഇതൊരു മാരീഡായിട്ടുള്ള വുമണായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഇല്ലാത്ത ടൈമിൽ അവളൊരു സ്ട്രേഞ്ചറിന് കിസ് കൊടുക്കാൻ വില്ലിങ് ആയിരുന്നു. അതുപോലെ അവൾ വളരെ ടെംപ്റ്റിംഗ് ഓഫേഴ്സ് ഒരു ചെറുപ്പക്കാരന് കൊടുക്കുന്നതായിട്ട് കാണുന്നു. എൻ്റെ പക്കൽ സമാധാനമുണ്ട്, പിന്നെ അതുപോലെ പല മധുരവാക്കുകൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. പാപം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ഹൃദയത്തിലാണ്. യേശു കർത്താവ് ഇന്ന് രാവിലെ, കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഹിതമില്ലാത്ത എല്ലാ ചിന്തകളും, വിക്കറ്റ് സ്കീംസ്, ഈവിൾ തോട്ട്സ്, ഇതെല്ലാം കർത്താവെ ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കിക്കളയണം. യേശുവിൻ്റെ രക്തം ഇന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മാത്യു ചാപ്റ്റർ 5 വേഴ്സ് 8 പറയുന്ന, ബ്ലെസ്ഡ് ആർ ദ പ്യോർ ഇൻ ഹാർട്ട് ഫോർ ദേ ഷാൽ സീ ഗോഡ്. നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന കർത്താവിനെ കാണുവാൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയം കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്യുവറായിട്ട് കാണുവാൻ ഇടയാക്കട്ടെ. ആമേൻ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ സംസാരം എല്ലാം ദൈവത്തിന് പ്ലീസിങ് ആയി തീരട്ടെ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 16-20. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. നിങ്ങളുടെ ശരീരം എന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഫ്ലീ സെക്ഷൽ ഇമ്മൊറാലിറ്റി എന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കർത്താവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. കർത്താവെ, ഞങ്ങളുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഇടയാക്കി തീർക്കണം. ഞങ്ങളുടെ കഴിവിലൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. കർത്താവെ, അധികമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൊവേർബ്സ് ചാപ്റ്റർ 7 വേഴ്സ് 16-19 നമ്മൾ കാണുന്നത്, ഈ ഇമ്മോറൽ ലേഡി ആ ചെറുപ്പക്കാരനെ തൻ്റെ ബെഡ് ഷെയർ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുവാണ്. ഹീബ്രൂസ് 13:4 പറയുന്നു, മാരേജ് ഈസ് ഓണറബിൾ എമംഗ് ഓൾ ആൻഡ് ദ ബെഡ് അൺഡിഫൈൽഡ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എല്ലാ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ യേശുവിൻ്റെ തിരുരക്തത്താൽ മുദ്രയിടുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്ന ജീവിത പങ്കാളികൾക്കായി സ്തോത്രം. കർത്താവെ, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധി ഞങ്ങളുടെ ഫാമിലി ലൈഫിലുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. എല്ലാ എനിമിയുടെ ഈവിൾ ആൻഡ് വിക്കറ്റ് സ്കീംസിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചെടുക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേഴ്സ് 21-23 കാണുന്നത്, ആ യങ് മാൻ ഈ ലേഡിയുടെ ടെംപ്റ്റേഷനിൽ വീഴുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് ജെനസിസ് 39 ജോസഫിനെ കാണാൻ പറ്റും. ഇതുപോലൊരു ടെംപ്റ്റേഷനിലാണ് വന്ന് നിന്നത്. അപ്പോൾ ആ ലേഡി പറഞ്ഞത്, ലൈ വിത്ത് മീ, എൻ്റെ കൂടെ കിടക്ക എന്നാണ് പറഞ്ഞത്. പക്ഷേ ജോസഫ് അവിടം വിട്ട് ഓടുന്ന കാണും. ശരിക്കും പറഞ്ഞ ഫ്ലീ സെക്ഷൽ ഇമ്മോറാലിറ്റി ജോസഫിൻ്റെ ലൈഫിൽ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ജോസഫ് പറയുന്നത്, എനിക്ക് എങ്ങനെ ഇത്രയും വലിയൊരു പാപം ദൈവത്തിനെതിരെ ചെയ്യാൻ പറ്റുന്നത്? ദൈവമക്കൾക്ക് മാത്രമേ അത് പാപമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഫലമായിട്ട്
ജോസഫിന് പ്രിസണിലോട്ടാണ് പോകേണ്ടി വന്നത്. പക്ഷേ നമുക്ക് ജെനസിസ് 39:21 കാണുന്നത് ബട്ട് ദ ലോർഡ് വാസ് വിത്ത് ജോസഫ്. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ജയിലിൽ പോകുമ്പോഴും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് റൈറ്റ് ടൈമിൽ ആ ജയിലിൽ നിന്ന് ദൈവം ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. നമ്മൾ ടെംപ്റ്റേഷനിൽ പെടുമ്പോൾ നമ്മളെ കർത്താവിൻ്റെ വചനത്താലാണ് ജയം പ്രാപിക്കുന്നത്. ആമേൻ. ശരിക്കും നമുക്ക് കാണാം, യേശു കർത്താവ് ടെംപ്റ്റ് ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ വചനം പറഞ്ഞാണ് യേശു കർത്താവിടെ ജയം പ്രാപിച്ചത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടുന്ന ടൈമൊക്കെയും ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യാം. നമുക്ക് ആവുന്നിടത്തോളം വചനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പാപം ചെയ്യാതിരിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി. വേഴ്സ് 24-25 നമുക്ക് തരുന്ന അഡ്വൈസ് ദൈവവചനത്താൽ നമുക്ക് ആ ടെംപ്റ്റേഷനെ ജയമെടുക്കുക എന്നുള്ളതാണ്. വേഴ്സ് 26-27 നമുക്ക് കാണാം, ഈ ഇമ്മോറൽ ലേഡി അനേകം ബലവാന്മാരെ പാപത്തിൽ തള്ളിയിടുന്നതായിട്ട് കാണാം. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. അത് കഴിഞ്ഞ് അവർ പോകുന്നത് നിത്യ നാശത്തിലോട്ടാണ് പോകുന്നത്. 1 Corinthians 15:57 പറയുന്നത്, ബട്ട് താങ്ക്സ് ബി ടു ഗോഡ് ഹു ഗീവ്സ് us വിക്ടറി ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മളെ എല്ലായ്പ്പോഴും യേശു കർത്താവിൽ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിൽ ഒത്തിരി ടെംപ്റ്റേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ മക്കളെ എപ്പോഴും ജയത്തോടെ നടത്തുന്ന കർത്താവിന് സ്തോത്രം. നമ്മൾ ഈ ചാപ്റ്റർ 7 എൻഡ് എത്തിയിരിക്കുകയാണ്. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ ട്രഷർ ചെയ്യണം. ഏറ്റവും വാല്യുബിളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അതുപോലെ നമ്മുടെ ഓരോ സ്റ്റെപ്സും ദൈവത്തോട് ആലോചന ചോദിക്കും, കർത്താവെ എന്നെ വഴി നടത്തണം, എന്നെ ഗൈഡ് ചെയ്യണമേ. നമ്മുടെ ക്യാരക്ടറും നമ്മുടെ ലൈഫ് സ്റ്റൈലും ദൈവത്തിന് പ്ലീസിങ് ആയിരിക്കണം. നമ്മുടെ കുടുംബജീവിതം കർത്താവെ മാന്യമായിരിക്കണമേ. അതുപോലെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾക്ക് ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കണം. അധികമായിട്ട് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡത്തിനും സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനും വേണ്ടി നമുക്ക് ദൈവത്തോട് യാചിക്കാം. ആമേൻ. ഈ പുതിയ ദിവസം കർത്താവ് എല്ലാ മക്കളെയും ക്രിസ്തുവിൽ ബലപ്പെടുത്തട്ടെ. ആമേൻ.